1824 ഇംഗ്ലണ്ടിലെ പോർട്ട് മൗത്ത്സ്. ഫീസ് അടയ്ക്കാൻ കഴിയാതെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട് പഠനം മുടങ്ങിയ ഒരു കുട്ടി പിന്നീട് ലോകപ്രശസ്ത എഴുത്തുകാരനായി മാറിയ കഥ. ചാൾസ് ഡിക്കൻസിൻ്റെ കഥ പോലുള്ള ജീവിതം. കടബാധ്യത കാരണം അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അച്ഛൻ്റെ തുച്ഛവരുമാനത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിൻ്റെ ജീവിതം വഴിമുട്ടി. 8 മക്കളിൽ രണ്ടാമനായിരുന്നു ചാൾസ് ഡിക്കൻസ്. അമ്മയും സഹോദരങ്ങളും പട്ടിണി കിടക്കുന്നത് കണ്ട് 12 വയസ്സുകാരനായ ചാൾസ് തൊഴിൽ തേടിയിറങ്ങി. ചുമടെടുപ്പ്, ഷൂ പോളിഷിംഗ്, അങ്ങനെ പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും ദുരന്തകാലത്ത് പുസ്തകങ്ങളായിരുന്നു ചാൾസിൻ്റെ ചങ്ങാതിമാർ. വായന എഴുത്തിലേക്ക്. മൗന നൊമ്പരങ്ങൾ അക്ഷരപ്പൂക്കളായി തൂലികത്തുമ്പിൽ വിടർന്നു. അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അപമാനവും ആ കുട്ടി ഭാവനയുടെ ചാരുത ചാലിച്ച് കടലാസിൽ പകർത്തി. കഥകളായും നോവലുകളായും ആ രചനകൾ ലോകം പിന്നീട് വായിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഷേക്സ്പിയറിന് ശേഷം ഏറ്റവും കൂടുതൽ വായനക്കാരെ സൃഷ്ടിച്ച എഴുത്തുകാരനായി മാറി ചാൾസ് ഡിക്കൻസ്. 20 നോവലുകൾ, 100 കണക്കിന് കഥകൾ, നാടകങ്ങൾ. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളുടെ സർഗാത്മകമായ ആവിഷ്കാരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രചനകൾ. വിശ്വസാഹിത്യത്തിൽ സ്ഥാനം പിടിച്ച ചാൾസ് ഡിക്കൻസ് 50-ാം വയസ്സിൽ 1870 ജൂൺ 9 കഥാവശേഷനായി. അദ്ദേഹത്തിൻ്റെ ജീവിതം മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശമിതാണ്: അനന്തവിഹായസിലേക്ക് ചിറക് വീശി ഉയരാൻ ഇതുവേണം. ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു കൃതിയുടെ പേര് തന്നെ മതി: ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ്.